പുള്ളിക്കാരിക്ക് എന്താ പറയുക, ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഞാൻ ഇപ്പോഴാണ് പുള്ളിക്കാരി കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ബിഗ് ബോസിന് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു നേരിൽ കാണണമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളെല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പോയി അത് മുന്നേ പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിച്ചു, എന്നെ ആദ്യം കുറേയൊക്കെ. അപ്പോൾ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു സമയം നോക്കി വരാം. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. അതൊക്കെ ഇച്ചിരി മോശമാണ്. പിന്നെ സിറ്റുവേഷൻ ഇച്ചിരി മോശം തന്നെയാണ്. കാരണം പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറയുന്ന സോഷ്യൽ മീഡിയയിലെ കുറേ ആൾക്കാരുടെ ചർച്ചാ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, കിച്ചുവിനെ പറഞ്ഞ പേര് ഞങ്ങൾ കണ്ടു, എത്ര എനർജി ആയിട്ടാണ് ഈ പറയുന്ന രേണുസുതി നിൽക്കുന്നത് എന്നാണ് ആൾക്കാർ കരുതിയിരിക്കുന്നത്. എന്നാൽ ഒരുപാട് ആൾക്കാർക്ക് അത് തെറ്റി. പുള്ളി ഓരോ ദിവസവും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി നല്ല പ്രശ്നമുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് രേണു ഞങ്ങളെ ബ്ലോക്ക് ചെയ്തു. ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇൻസ്റ്റയിൽ തന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അത് ഈ നെഗറ്റീവ് വീഡിയോസുകളും കാര്യമൊക്കെ കാണുന്നതൊക്കെ പുള്ളിക്കാരി അങ്ങ് ബ്ലോക്ക് ചെയ്തിടും. പുള്ളിക്കാരുടെ ഫാമിലി ആയിട്ടുള്ളവരൊക്കെയാണെന്ന് തോന്നി ഇപ്പോൾ അത് ഹാൻഡിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഈ പറഞ്ഞ ഇൻസ്റ്റയൊക്കെ അതെല്ലാം അവരങ്ങ് ബ്ലോക്ക് ചെയ്ത് വിടുകയാണ്. കാരണം പുള്ളിക്കാരുടെ കണ്ണിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം ബ്ലോക്ക് ചെയ്തൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. സിറ്റുവേഷൻ ഇപ്പോഴത്തേന്ന് വെച്ചാൽ വളരെ മോശമാണ്. ഈ മരുന്ന് പിടിക്കാനുള്ള കപ്പാസിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളിക്ക്. കാരണം കീമോ ഒക്കെ എടുക്കുമ്പോൾ അത് താങ്ങാനും പറ്റത്തില്ല. എപ്പോഴും കരച്ചിലും പിടിച്ചിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല രീതിയിൽ ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറയുമ്പോൾ പല ആൾക്കാർ പല അഭിപ്രായങ്ങളായിട്ട് കമൻറ്റ് ബോക്സിൽ വരികയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. എന്തായാലും കമൻറ്റ് ബോക്സ് മൊത്തം ഞാൻ കണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം ഡാനി സത്യൻ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പൈസ മേടിച്ചു എന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ സാധാരണ എല്ലാ വീഡിയോയിലും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് അടി എൻ്റെ എണ്ണം ഒന്ന് കാണട്ടെ. ഞാൻ എൻ്റെ കാര്യം തന്നെ ചോദിക്കട്ടെ. ഈ ഒരു വിഷയത്തിൽ എന്നെ വെറുക്കുന്നവരൊന്ന് ലൈക്ക് അടി ഒന്ന് കാണട്ടെ. എന്നെ വെറുക്കുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടി. എനിക്ക് ആ എണ്ണം ഒന്ന് കണ്ടൊന്ന് സന്തോഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് ഈ സോഷ്യൽ മീഡിയ റിയാക്ഷൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. അത്യാവശ്യം ഞാൻ കൂടുതൽ അടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നാളെ ഒരു കാലത്ത് അവർക്ക് കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിലും സമാധാനത്തോടെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റും. അത് ഞാനിവിടെ അത്ര അഭിമാനത്തോടെ അവിടെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് കിടന്ന് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? കാരണം ഇപ്പോഴും തലയില ഒരു പിണ്ണാക്ക് പോലും മനസ്സിലാക്കാതെ ഇത് ഞാനൊരു കാര്യം പറയാം. ഇത് പുറം ലോകത്ത് നിന്ന് കാണുന്ന നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതെന്താണ് എന്നൊന്നും. എന്താ പറയുക, എനിക്ക് പോലും വാക്കുകൾ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒന്നും ഞാനിവിടെ സംസാരിക്കാനൊന്നും ഞാനിവിടെ വരുന്നില്ല. പറയാൻ വരുന്ന കാര്യങ്ങൾ പോലും മറന്നു പോയിക്കൊണ്ടിരിക്കുക. ബോറടിക്കുന്നെങ്കിൽ സ്കിപ്പ് അടിച്ച് പൊക്കോ. ഇപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ പൊക്കോ. അതൊരു വിഷയമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പരമാവധി സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കോണ്ടന്റ് എടുക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അവരുടെ സിറ്റുവേഷൻ അത്ര മോശമാണ്, നല്ല രീതിയിൽ മോശമാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് നിങ്ങളോട് ഇതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴാണെങ്കിൽ എന്നെ തെറി വിളിക്കുകയായിരുന്നു. എല്ലാവരും വിളിക്കുകയായിരുന്നു തെറി, അതും മറ്റേ മറിച്ച മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നീ ആടാ വിറ്റ് തിന്നുന്ന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ കുറേ ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, എനിക്കത് ഒരു വിഷയമായിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ, കിടന്നുറങ്ങുന്ന കാര്യം എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും, നാളെ ഒരു കാലത്താണെങ്കിൽ പോലും. അത് അത്രയ്ക്ക് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും അറിയാം. ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക്, കുറേ ആൾക്കാർക്കൊക്കെ എൻ്റെ കാര്യവും എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു സത്യത്തിൻ്റെ കൂടെ ആരും നിന്ന് സംസാരിക്കുന്നൊന്നുമില്ല. പറഞ്ഞാൽ മനസ്സിലാവും എന്താ? കാരണം രേണുസുതി, ഇന്ന് കേരളത്തിൽ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ നെഗറ്റീവ് പറയുന്നതിനാണ് റീച്ച്. അതറിയാം നിങ്ങൾക്ക്? റീച്ച് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിനെ നെഗറ്റീവ് പറയുന്നതിനാണ് റീച്ച്. ആ ഒരു റീച്ച് എല്ലാവരും ആഗ്രഹിക്കത്തുള്ളൂ. ആ ഒരു റീച്ച് മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് വേണമെങ്കിൽ ഇവരെ പറഞ്ഞ ഓരോ വർത്തമാനം എടുത്ത് വേണമെങ്കിൽ ഇത് സംസാരിക്കാം. അമ്മാതിരി വർത്തമാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാതിരി വർത്തമാനം ഞാൻ നല്ല രീതിയിൽ അവരെക്കുറിച്ച് ഭരണിപ്പാട്ട് പാടി കൊടുത്ത വ്യക്തിയാണ്. ഈ സ്വർണ്ണക്കടത്ത് കേസ് കെട്ടും പിന്നെ ഈ പറയുന്ന പെണ്ണുങ്ങളെ കയറ്റി അയക്കുന്ന കേസ് കെട്ടിലൊക്കെ അവർക്കൊരു പങ്കുമില്ല. അത് മാത്രമാണ് ഞാൻ പോസിറ്റീവായിട്ട് സംസാരിച്ചു. പിന്നെ ആ പയ്യൻ്റെ കാര്യത്തിലും ചില കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കുമ്പം എനിക്ക് ആ ഒരു വ്യക്തിനെ കുറിച്ച് നല്ലത് പറയാൻ പറ്റില്ല. ആ വ്യക്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞ് എനിക്ക് എൻ്റെ ചാനൽ ബൂസ്റ്റ് ചെയ്യാനോ, എല്ലാവരും വിചാരിക്കുന്നത് എങ്ങനെ, രേണുവിനെ പറഞ്ഞ് രേണുവിൻ്റെ കോണ്ടന്റ് എടുത്താൽ ഭയങ്കര റീച്ചാണ്. അത് മാത്രമല്ല എൻ്റെ കോണ്ടന്റ്, എൻ്റെ ഓരോ കോണ്ടന്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ 5 രൂപ കേസായിട്ടൊക്കെ എന്നെ എല്ലാവരും വിട്ട് ഞാൻ അതിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തൊക്കെയോ കടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ ഓരോ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ അതും ചെയ്യും. എല്ലാ കണ്ടന്റും ഒരു സബ്ജക്റ്റ് വന്നാലോ സബ്ജക്റ്റ് കഴിഞ്ഞാലോ അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഇട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനാണ്. രേണു മാത്രമല്ല എൻ്റെ കണ്ടന്റ്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക.
ഇന്ന് അനുമോൾ അവിടെ പോയി. ഇന്നലെ 2 ദിവസം മുമ്പ് അനുമോളും ഈ പറയുന്ന ആദില നൂറയൊക്കെ അവിടെ പോയി രേണുവിനെ കണ്ട് സംസാരിച്ച് ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. സോഷ്യൽ മീഡിയ എല്ലാവരും കണ്ടതാണ്. അവരുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അപ്പം എന്താ പറയണ്ടത്, എനിക്കൊരു ഡോക്ടർ വരെ മെസ്സേജ് അയച്ചു. ഈ പറയുന്ന രേണുവിനെ ശരിക്കും പ്രാഗിയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വരെ വിഷമത്തോടാണ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുകയൊക്കെ ചെയ്തത്. കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ എന്താ അവരോട് കയറി ചൂടായി, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ കേട്ടാൽ മതി എന്നുള്ള രീതിയിലൊക്കെ. കാരണം സത്യം എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സിനറിയാം, അത്യാവശ്യം കുറേ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ എന്താ പറയണ്ടേ, എല്ലാവരും സാഹചര്യത്തിനനുസരിച്ചല്ലേ നിൽക്കത്തുള്ളൂ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. കാരണം അതുപോലത്തെ അല്ല, ഇവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന രേണു ഓരോന്ന് കാണിച്ച് കൂട്ടിയതൊക്കെ ആരും മറന്നിട്ടൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇവരുടെയൊക്കെ കണ്ണിൽ ഈ പറയുന്ന പയ്യനെ വെറുതെ പിടിച്ചിടുന്നു, അവനെ ദ്രോഹിക്കാൻ നോക്കുന്നു, അങ്ങനെയായിട്ടേ തോന്നത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എന്ത് കൊണ്ടുവന്ന് ഇപ്പം നിരത്തി കാണിച്ചാലോ, തെളിവുകൾ കാണിച്ചാലോ, വോയിസുകൾ കേൾപ്പിച്ചാലോ, അടിക്കാൻ പോകുന്നത് കാണിച്ചാലോ, ഇതൊക്കെ കാണിച്ചാൽ ഒരു മനുഷ്യരും വിശ്വസിക്കാനൊന്നും പോകത്തില്ല. കാരണം ഒരു ഗ്യാങ് ഇതിനു വേണ്ടി തന്നെ വെളുപ്പിക്കാൻ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയായാലും ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാം. കാരണം ഞാൻ ഒരു കാര്യം പറയാം, എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല സബ് ഉണ്ടെന്ന് വെച്ചു, ആ സബ് ഇറങ്ങിപ്പോകാൻ ആരും തയ്യാറാകത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ ഒരു കോണ്ടന്റിന് അങ്ങനെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ട്. ഞാൻ എന്നെക്കൊണ്ട് എന്തൊക്കെയോ അങ്ങ് പറയിപ്പിക്കുക. ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടടിക്കുന്നുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഞാൻ തുറന്നു പറയില്ല. ഒരു കോണ്ടന്റും കൂടെ ചെയ്യണം. എന്നാൽ ചെയ്യാം, പറയാം. പക്ഷെ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്നും പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എല്ലാവരും പറയുന്നില്ല, ആനയും അവിടെ നില്ല ഇവിടെ നില്ല എന്നൊക്കെ വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവരെന്തുവാ സംസാരിക്കുന്നതൊക്കെ പറയുന്നത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഇപ്പം അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, അത് മനസ്സിലാക്കുക. പിന്നെ മറ്റേ പുള്ളീനെ എല്ലാവരും കൂടെ എടുത്ത് തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ അറിയാലോ, രേണു ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറയുന്നത്, ആ പുള്ളീനെ എല്ലാവരും തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അറിഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, രേണു അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. തൂങ്ങാനോ ചാവാനോ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അവർ പോയിട്ടില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. അടുത്ത ബന്ധത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞൊരു സംഭവമാണ്. പക്ഷെ പുള്ളിക്കാരൻ അത് കാണുന്നെന്ന് കുറച്ച് പറയാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പുള്ളി പറയുന്നതായിരിക്കാം ശരി, പിന്നെ മറ്റേ ആൾക്കാരെന്നോട് ചിലപ്പോൾ കള്ളമായിരിക്കും. അങ്ങനെ ആവാം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ എന്തെങ്കിലും ഈ ജീവൻ കളയാൻ വേണ്ടി പോകുന്ന എന്തെങ്കിലും പരിപാടികൾ കാണിച്ചാൽ നമ്മൾ പുറം ലോകത്ത് പറയുമോ? ഹൈഡ് ചെയ്യാനല്ലേ ശ്രമിക്കത്തുള്ളൂ. അങ്ങനെ അതിപ്പം ആ ഭാഗമാണോ ശരി, ഈ ഭാഗമാണോ ശരി എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ 2 വർഷം ഞാൻ കേട്ടൊരു വ്യക്തിയാണ്. അയാളെല്ലാവരും കൂടെ ഇത് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന രേണുവിൻ്റെ അടുത്ത സുഹൃത്താണ് ആ പറയുന്ന ചേട്ടൻ. നല്ല സുഹൃത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ചിലപ്പം ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ തൂങ്ങാൻ പോയി, അതിൻ്റെ വിഷമമായിരിക്കാം. അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ പുള്ളി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, തൂങ്ങി ഇങ്ങനെ നിൽക്കുക എന്നുള്ള രീതിയിൽ. ആ പടത്തിലുള്ള ഉള്ളു രേണു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് മലത്തി അടിക്കാനുള്ളതായി. അതുകൊണ്ട് ഞാൻ അത്രേ പറയുന്നുള്ളൂ, പരമാവധി വിടാൻ നോക്കുക. ഇനിയിപ്പം ആ കൊച്ചിനൊന്നും മിണ്ടുന്നില്ല, അവരും മിണ്ടാവരും മുകളിലേക്ക് ഇരിക്കുകയാണ്. ഈ റിയാക്ഷൻ ചെയ്യുന്ന ഇൻസ്റ്റയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇവർ ബ്ലോക്ക് ചെയ്ത് പോവാണ്. കാരണം അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഓരോരുത്തരും ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്, ഇതൊന്നും രേണുവിനെ കാണരുത് എന്നുള്ള രീതിയിലാണ്. കാരണം പുള്ളി ഫുഡ് കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. മരുന്നാണെങ്കിൽ അങ്ങോട്ട് മരുന്ന് അങ്ങോട്ട് പിടിച്ചെടുക്കാനുള്ള ഇതില്ല, ത്രാണിയില്ല പുള്ളിക്ക്. പുള്ളി അവിടെ ഇത്രയും പോലത്തെ ഉള്ള ആൾ. പുള്ളിക്കൊന്നും പിടിച്ച് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഒരാൾ വേണം പിടിച്ച് നിർത്താനാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് തുറന്നു പറയാം, ക്യാൻസറാണ് രോഗം. ക്യാൻസറാണ് അത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ഒരു ശത്രു ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് ചിലപ്പോൾ കല്ലറിയാൻ തോന്നുമായിരിക്കാം. വിട്ട് ഞാൻ അത്രേ പറയുന്നുള്ളൂ. വിട്. ശരി, നീ പറയുന്ന കിച്ചുവിനെ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങനെ. രേണുവിൻ്റെ ഭാഗത്ത് തെറ്റ്, രേണുവിന് ആവശ്യമില്ലാതെ വന്നത് പറഞ്ഞത്. ഓക്കെ, വിട്. ഇനിയെങ്കിലും നിർത്ത്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇന്നലെയും ഇത് ചെയ്യണം ഇതിനെ കൂടെ, എന്നിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ച്. ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യുമ്പോൾ 1:53. എന്നാൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടങ്ങ് പോവാം, ആൾക്കാരോട് കാര്യം പറയാം. ഈ ഒരു കോണ്ടന്റ് വലുതായിട്ട് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ വന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നല്ല രീതിയിൽ അറിയാം. രേണുവിൻ്റെ വിഷയത്തിൽ ഒരുപാട് വിമർശിച്ച്, ഒരുപാട് പച്ചയ്ക്കാട്ട് കഴിഞ്ഞ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഞങ്ങൾ ചിരിച്ചുകൊണ്ടായിരുന്നു. കാരണം ഇവിടെ ഓരോ കരച്ചിലും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഞാൻ വന്നിട്ട് ഇതൊക്കെ വന്ന് സംസാരിക്കുമ്പം എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പൈസ മേടിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ശരി, ഡാനി പൈസ മേടിച്ചെങ്കിൽ ഡാനി പൈസ മേടിച്ച്, രേണു സുധീർ എന്ന് ഡാനി പൈസ മേടിച്ച്, അതുകൊണ്ട് രേണുവിനെ അങ്ങ് വെളുപ്പിക്കുന്നു. അങ്ങനെ ഇരുന്നാൽ മാത്രം മതി. ഓക്കെ, ഓരോ ആൾക്കാർ ഓരോ രീതി, ഓരോ ചിന്താഗതിയൊക്കെ അല്ലേ. അപ്പോൾ നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ലല്ലോ.
നിൽക്കുക. അപ്പം അനുമോളുടെ ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം. പിന്നെ അത് മാത്രമല്ല, അവരുടെ ഫാമിലി, ഞാൻ അറിഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ആരൊക്കെ കോൺടാക്റ്റ് ഉണ്ടോ, അവർ ഫാമിലിയുടെ കാര്യം ഞാൻ ഈ പറയുന്നത്, അവർക്കെല്ലാം രാത്രി മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ചിട്ട് പറയാൻ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. അവർ കിടക്കാൻ നേരത്തെ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, എല്ലാവരോടും മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിച്ചിട്ടാണെങ്കിലും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കണേ, രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കാനെന്നാണ് അവരുടെ വീട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് അവരുടെ ചേച്ചി, ആ ചേച്ചി എൻ്റെ പേര് കൊണ്ട് കേസ് കൊടുത്തതാണ്. എൻ്റെ പേര് കേസും കൊടുത്ത് ഞങ്ങളവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുള്ളതാണ്. അന്ന് അവിടെ വെച്ച് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തലക്ക് അടി കിട്ടിയതിൻ്റെ അതുവരെ കളിയാക്കി ഒരു കുത്തി സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് അവർ. അവരാണ് സത്യം പറഞ്ഞാൽ കൂടുതലും ടെൻഷൻ അടിച്ച് രേണുവിന് വേണ്ടി ഓടി നടക്കുന്നത്. എന്തിന് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ട് എൻ്റെ രേണുവിന് വേണ്ടി അനീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എല്ലായിടത്തും കിടന്ന് അവർ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും നമുക്ക് വിട്ടുകളാ. ഞാൻ ആദ്യമായിട്ടാണ് ആൾക്കാരോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അവൾ അഭിനയിക്കുവാണ്, അവൾക്ക് പൈസ തട്ടാനാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വീണ്ടും പഴയ സ്വർണ്ണക്കടത്ത് അത് ഇത് ആരാണ്ടൊക്കെ സ്വപ്നം കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, തെളിവുകളുണ്ട്, അങ്ങനെയാണ്, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെ വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്തോ അപ്പം അത് തെളിയിക്കുന്നവരത് തെളിയിക്കാൻ നോക്ക്. പിന്നെ നമ്മുടെ എയർപോർട്ട് വഴിയല്ലേ ഈ സ്വർണ്ണമൊക്കെ കയറ്റിക്കൊണ്ട് പോയെന്നൊക്കെ ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, രേണു കൊള്ളക്കടത്ത് എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇപ്പോൾ വെറുതെ വിട് എന്ന് പറഞ്ഞാൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വെറുതെ എന്തിനാ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഇത് ചർച്ച ചെയ്തിട്ട് അതൊരു വലിയൊരു വിഷയമാവും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ഇപ്പോൾ വേണ്ടത് നമ്മുടെ ശത്രുവാണെങ്കിലും നിലനിന്ന് പോവുക, ആ ഒരു ചിന്തയായിരിക്കണം വേണ്ടത്. ഞാൻ കുറേ കമൻസ് കണ്ടു, ഇവിടെയൊക്കെ ഇങ്ങനെ ഇല്ലാണ്ടായാൽ മതിയായിരുന്നു, നാശമൊക്കെ സ്വസ്ഥതയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കാണാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കമൻസും കാര്യങ്ങളും ഒക്കെ ദയവ് ചെയ്തിട്ട് ഇടാതിരിക്കുക. അവരുടെ വീട്ടുകാർ കാണുമ്പോഴും അവരുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഞാൻ ഒരുപാട് തെറി പറഞ്ഞൊരു വ്യക്തിയാണ് ഈ പറയുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി. പുള്ളിയൊക്കെ വാവിട്ട് കരയുവാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു ദിവസം പോലും അവർക്കൊരു സമാധാനമോ കാര്യങ്ങളൊന്നുമില്ല. ഈ പുള്ളിക്ക് മകളാണ്. ഇപ്പോൾ ഞാൻ പറയാൻ അറിയാലോ അവരുടെ പെയിനും കാര്യങ്ങളൊക്കെ. അപ്പം ഓരോ ദിവസവും അവർ കഴിഞ്ഞു പോകുന്ന പാടെ അവർക്ക് നല്ല രീതിയിൽ അറിയാം. കാരണം അതുപോലെ കെയർ ചെയ്യുന്നുണ്ട്. കിച്ചുവിന്റെ ഇഷ്ടമല്ലേ, ഓരോരുത്തർ ഇഷ്ടമല്ലേ ഓരോരുത്തർ എങ്ങനെ വീഡിയോ ചെയ്യണ്ടെന്നുള്ളത്. അപ്പൊ അതിനൊന്നും എനിക്കൊന്നും പറയാനില്ല. അത് അവർ തമ്മിലുള്ള ഇഷ്യൂ ആണ്. അതിൽ ഞാനൊന്നും സംസാരിക്കാനും ചേച്ചിട്ടും പറഞ്ഞിട്ടില്ല, ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, ടീച്ചർ കൊടുക്കുക. അപ്പൊ ഞാൻ കിച്ചുവിനെ വിളിച്ചിട്ടില്ല. കിച്ചുവിനത് പറയാനുള്ളത്, കാരണം അവരുടെ മുന്നത്തെ ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. അത് ഇപ്പോഴത്തെ ഇപ്പൊ ഇവര് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ ഹേർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യണം. പക്ഷെ അവൻ ഒരുപാട് ചിലപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം, നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഒന്നും പ്രതികരിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ല, ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് പുള്ളിക്കാരി കാണാം എന്നുള്ളതാണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കാറില്ല. പരമാവധി ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് വിട്ടേക്ക്. പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് അതുപോലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. രേണുവിൻ്റെ ഭാഗത്ത് പിന്നെ അറിയാമല്ലോ, നമ്മളതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചൊരു മൂലയ്ക്ക് നിർത്തിയാണ്. ബാക്കി എന്താ പറയണ്ടേ, ഇപ്പം നല്ലവനെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഭാഗത്ത് നല്ല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നത് കുഞ്ഞിലെ അനുഭവിച്ച കുറേ കാര്യങ്ങളും അതുകൊണ്ടെല്ലാം ക്ഷമിച്ച് കളയാം എന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മളെന്ത് പറയാനാ? ഓക്കെ, ഒരാൾക്ക് ഒരു തെറ്റേ പറ്റത്തുള്ളൂ. 2, 3, 4, 5 ഒക്കെ വെട്ടാൻ പറ്റുമ്പോഴേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തെങ്കിലുമൊക്കെ ആട്ടെ, ഇതൊക്കെ ആരുടെയും തലയിൽ ആരോടും പറഞ്ഞാലൊന്നും അവരുടെ തലയിലൊന്നും കയറത്തൊന്നുമില്ല. കാരണം എല്ലാവരും എന്താ പറയണ്ടേ, കാണുന്നതല്ലേ ശരി എന്നുള്ള രീതിയിലൊക്കെ. ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ പരമാവധി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കി പിടിച്ചിട്ടായിരിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പണ്ടും എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു വിഷയത്തിൽ എൻ്റെ ആദ്യത്തെ കോൺട്രവേഴ്സി, എൻ്റെ പൊന്നും കേരളം മൊത്തം, കേരളമല്ല, അന്ന് ബിഗ് ബോസ് സമയത്താണ് ഒരു വ്യക്തിയുടെ ഒരു സംഭവം, ഒരു ഇൻ്റർവ്യൂ കൊണ്ടുവന്നത്. അന്ന് എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തി, എന്നെ വിളിക്കാത്ത തെറികളോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ ഒരു 5-6 മാസം 7-8 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, അപ്പോൾ മറക്കരുത്, പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും ലൈക്കിട്ട് എൻ്റെ എണ്ണ ഒന്ന് കാട്ടി തരണം. എൻ്റെ ഒരു ആഗ്രഹമാണ്, എനിക്കൊന്ന് പറയണമെന്ന് തോന്നിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു രാത്രിയിൽ ഇരുന്ന് ഇങ്ങനെ അങ്ങ് സംസാരിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അവർക്കൊന്നും കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ റിക്വസ്റ്റ് ചെയ്ത് പറയുന്നത്. അപ്പം അത്രയെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ചെയ്യണ്ടേ?
അത് ചില വിഷയങ്ങൾ ഉണ്ടോണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എന്താ പറയണ്ടേ, ഇപ്പം ഞാനും ഇപ്പം ഇരുന്ന് വിമർശിക്കേണ്ട ഒരാളാണ്. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുമ്പോൾ നമുക്കൊരിക്കലും ആ ഒരു വ്യക്തിനെ കുറിച്ചൊന്നും പറയാനോ സംസാരിക്കാനോ കുറ്റം പറയാനോ ഒന്നും എനിക്കെന്താ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നല്ല തന്തയ്ക്ക് വെച്ചാൽ പറ്റത്തില്ല. അത് ഒരിക്കലും അത് പറ്റത്തില്ല. അതേ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ബാക്കി വേണം വെച്ച് തരാൻ എനിക്ക്. ചോദിക്കാൻ ഇടം കൊടുത്തില്ല അത്ര. എന്നോട് പറഞ്ഞു, പക്ഷേ പുള്ളിക്കാരി ഫുഡൊന്നും കഴിക്കുന്നില്ല. ഫുഡ് വെയിറ്റ് ഇപ്പോൾ 34 ഉള്ളൂ. അപ്പം ഒരാൾ ഇപ്പോൾ ഇത്രയും മരുന്ന് ഉള്ളിലോട്ട് പോകുമ്പോൾ ഒന്നെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിരിക്കണം. വെയിറ്റിന് ഫുഡ് കഴിക്കത്തില്ല, എപ്പോഴും വോമിറ്റിംഗ് ആണ്. ഈ പുള്ളിക്കാരി തന്നെ ഇത് കീമോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫുഡും കഴിക്കത്തില്ല. അങ്ങനെ ഈ പറയുന്ന വയറിനൊക്കെ നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു എന്താ പറയണ്ടേ, വെള്ളം മാത്രം കുടിച്ചു. പിന്നീട് ഇടയ്ക്ക് പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പുള്ളി ICUവിലോട്ട് കയറ്റിയ സമയത്ത് ആണ് നമ്മളെല്ലാം മറ്റേ വീഡിയോസൊക്കെ റിലീസാവുന്നത്. ICU കയറ്റിയ സമയത്താണ് തോന്നുന്നു. നേരത്തെ ഞങ്ങളുടെ ഒരാഴ്ച മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസൊക്കെയാണ് ഈ ICU കിടന്ന സമയത്ത് ഓരോന്നൊക്കെ വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പോഴും നെഗറ്റീവ് ആയിരുന്നു പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ. ഇല്ല, കിച്ചുവിൻ്റെ ഒരു വിഷയം പേര് പറയുന്നില്ലേ, കിച്ചു ഒരു 11 വയസ്സോട്ട് നോക്കി ഒരുത്തന വന്നില്ലെന്നൊക്കെ പറഞ്ഞില്ലേ. ആ സമയത്ത് ഒരു ICUവിലായിരുന്നു. നേരത്തെ ഷൂട്ട് ചെയ്ത സംഭവമായിരുന്നു. ICUവിലായ സമയത്ത് ഭയങ്കര വിഷയമായിരുന്നു. അതിന് മുമ്പ് അവർക്ക് കീമോ അങ്ങോട്ട് ചെയ്തപ്പോഴാണ് ബെഡിൽ നിന്നിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഓരോ വ്യക്തികളെ വിളിച്ച് ഭയങ്കര അലർച്ചയും കരച്ചിലും ഒക്കെയായിരുന്നു. വയ്യ, അതുപോലത്തെ പ്രശ്നമായിരുന്നു അവർക്ക് അനങ്ങാനേ പറ്റത്തില്ല. അപ്പം കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് അന്വേഷിച്ച് കറക്റ്റായിട്ട് തന്നെ, ഇതൊക്കെ എന്താ പറയണ്ടത്, ഇതൊന്നും പച്ചക്കള്ളമല്ല, ഉള്ള കാര്യം തന്നെയാണ്. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ചോദിക്കുന്നവർക്കൊക്കെ അത് നല്ല മറുപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുമായിരുന്നു. ഞാനൊക്കെ എനിക്ക് കിട്ടുന്ന അപ്ഡേറ്റിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് ഈ പറയുന്നത് ചെയ്യുന്നത്. അത്രയും വഷളായിരിക്കുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന രേണു. ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഇനിയും അത് പ്രശ്നം. 34 കിലോ എന്ന് പറയുമ്പം നിങ്ങളൊന്നാലോചിക്കുക, ക്യാൻസർ പേഷ്യൻസിന് പിടിച്ചു നിൽക്കാൻ പറ്റൂല. അങ്ങനെയാണ്. രേണുവിന് തീരെയും പറ്റുന്നില്ല. അവർക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ടെൻഷനാണ്, ഞാൻ പോകുമോ. ഋതപ്പൻ്റെ കാര്യത്തിലാണ് അവർക്ക് കൂടുതലും ടെൻഷനും കാര്യങ്ങളൊക്കെ. കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രം പോയി കഴിഞ്ഞാൽ ആര് നോക്കും. പിന്നെ എന്താ പറയുക, ആ ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും നല്ല മറ്റേ രമ്യ എന്ന് പറയുന്ന ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അത്യാവശ്യം പുള്ളി ഒരു എഞ്ചിനീയറാണ്. അത്യാവശ്യം പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. പണ്ടും പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന പുള്ളിയെക്കുറിച്ചൊക്കെ കുറച്ച് നെഗറ്റീവൊക്കെ പണ്ട് പുള്ളിയെക്കുറിച്ച് കുറേ നെഗറ്റീവൊക്കെ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി അങ്ങനെ ഒന്നിനും ആരോടും മിണ്ടാനൊന്നും പോകത്തില്ല. ആ വീട്ടിലാണ് താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ വീട്ടിലല്ല, എൻ്റെ തൊട്ടടുത്തൊരു അവരൊരു വാടക വീടുണ്ട് അവിടെ. ഇപ്പോൾ പിന്നെ എല്ലാവരും ഒരുമിച്ചാന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തൊന്നുമില്ല. അപ്പം ഈ പറഞ്ഞ ചേച്ചിയാണെങ്കിലും ഈ പറഞ്ഞ അളിയനുമാണ് എല്ലാ കാര്യത്തിനും കിടന്ന് ഓടുകയൊക്കെ ചെയ്യുന്നവരാണ്. അവർക്കാണെങ്കിൽ തീരെ വയ്യാതെ തരും. ഇതൊക്കെ നമുക്ക് കറക്റ്റ് വിവരങ്ങളും അപ്ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം കിട്ടും. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നത്. അന്ന് ICU കിടന്ന സമയത്ത് എന്താ പറയണ്ട, ഈ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഓക്കെ ആവും, ഫുഡൊക്കെ കഴിച്ച് തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ സംഭവിക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. ഒട്ടും ഹെൽത്തി അല്ല. ഒരു കഴിക്കുന്ന ഫുഡെല്ലാം ഒമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് പറഞ്ഞു കൊടുക്കും. പഴയതുപോലെ വേണം, പഴയതുപോലെ ഇറങ്ങേണ്ടത്, അഭിനയിക്കേണ്ടത്, ആവശ്യം ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേൾക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയതുപോലെ വരട്ടേനാണ് നമുക്ക് പ്രാർത്ഥിക്കുന്നത്. നമുക്കതാണ് വേണ്ടത്. കിച്ചുവിൻ്റെ ഇഷ്ടമല്ലേ, ഓരോരുത്തർ ഇഷ്ടമല്ലേ ഓരോരുത്തർ എങ്ങനെ വീഡിയോ ചെയ്യേണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് എനിക്കൊന്നും പറയാനില്ല. അത് തമ്മിലുള്ള ഇഷ്യൂ ആണ്. അതിൽ ഞാനൊന്നും സംസാരിക്കാനും ചേച്ചിടത്തും പറഞ്ഞിട്ടില്ല, ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, ഈ ചെവി കൊടുക്കുക ഈ ചെവി കൊടുക്കുക. അപ്പം ഞാൻ കിച്ചുവിനെ ഞാൻ വിളിച്ചിട്ടില്ല. കിച്ചുവിനോട് അതാ പറയാനുള്ളത്. കാരണം അവരുടെ മുന്നത്തെ ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. അത് ഇപ്പോൾ എടുത്ത് അത് ഇപ്പോൾ ഇവർ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ ഹേർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യണം. പക്ഷെ അവൻ ഒരുപാട് ചിലപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം, നമുക്കൊന്നും അറിയത്തില്ല. അനുമോള് പിന്നെ അവിടെ ഇവിടെ ഇട്ടാ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. കുറേയൊക്കെ എനിക്ക് തോന്നുന്നു അനുമോൾക്കും അറിയാം. പിന്നെ ഇതൊന്നും വന്നിട്ട് ആരോടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. സോ ഇപ്പോഴത്തെ എല്ലാവരും സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് അനുസരിച്ച് ഓരോ ആൾക്കാർക്ക് എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് കിട്ടുന്നത് അനുസരിച്ചാണ് ഓരോ വ്യക്തികളുടെ രീതികളൊക്കെ. ഓക്കെ, ട്രെൻഡിങ് ഇതാണെങ്കിൽ അതേ കയറി പിടിക്കുക, അല്ലെങ്കിൽ ഉള്ളിലും കയറി ഇല്ലാതെ സംസാരിക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, വേറെ ആരും ഇല്ലെങ്കിലും അവരുടെ കൂട്ടത്തിൽ അവരുടെ അച്ഛൻ, അമ്മ, ഈ പറയുന്ന ഏട്ടൻ, ചേച്ചി, ഇവരൊക്കെയാണ് കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അവരുടെ ഋതപ്പനുമുണ്ട്. പിന്നെ അത് മാത്രമല്ല അവരുടെ ഏരിയയിലുള്ള കുറേ ആൾക്കാരുണ്ട്. ഈ പറയുന്ന
കോളനിയിലുള്ള കുറേ ആൾക്കാരൊക്കെ രേണുവിനെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവരൊക്കെയാണ് നമുക്കും കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അവർ പോകുന്നവരാണ് കൂടുതലും തരുകയൊക്കെ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അവർ വിശദമായിട്ട് നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ എന്താ പറയുക, അവിടെയൊക്കെ ആർക്കും ഇപ്പോൾ വലിയ വെറുപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ആ ഏരിയയിലുള്ള കുറേ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഈ പറയുന്ന രേണുവിന് അത്ര നെഗറ്റീവ് ഇപ്പോൾ അവിടെ ഇല്ല. അതാണ് അതിൻ്റെ സത്യം. ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഓക്കെ ഇപ്പോൾ രേണുവിൻ്റെ ഭാഗത്ത് തെറ്റ്, പിച്ചിൻ്റെ ഭാഗത്താണ് ന്യായം, ഓക്കെ ഇപ്പം ഞാനും വീഡിയോയിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞു, ഓക്കെ എൻ്റെ ഭാഗത്ത് തെറ്റ്. നിങ്ങൾ പരമാവധി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, അതെങ്കിലും ചെയ്യുക. അപ്പം ഇനിയിപ്പോൾ വന്നിട്ടൊക്കെ പറയുന്നത് പൈസ കൊടുത്തതിൻ്റെ പണിയാവൻ നല്ല രീതിയിൽ എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്ത് വേണമെങ്കിലും വിചാരിച്ചു എനിക്ക് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. അല്ല, എൻ്റെ അമ്മയ്ക്ക് അറിയാം, പിന്നെ കാര്യത്തിലൊന്നും അമ്മയ്ക്കറിയാം കാര്യങ്ങളൊക്കെ. എനിക്ക് എത്ര പൈസ മേടിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മയ്ക്ക് ആ കാര്യം നല്ല രീതിയിൽ അറിയാം. പറഞ്ഞ് മനസ്സിലായോ? ഇതുപോലുള്ള കേസ് കെട്ടിനൊക്കെ ഞാൻ വിളിപ്പിക്കാൻ പൈസ, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് പിന്നെ അത് പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അവരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. അഥവാ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് പറയാൻ ഒരു മടി എനിക്കില്ല. പറഞ്ഞ് മനസ്സിലായോ? ഉള്ള പോലെ ഉള്ള കാര്യങ്ങൾ പറയും. ഇന്ന പോലെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ പോലെ എന്നുള്ള രീതിയിലാണ്. ഇപ്പം കേരളത്തിൽ ഒരുപാട് ആൾക്കാരാണെങ്കിൽ പോലും ഇവരെ കുറ്റപ്പെടുത്തുന്നു, തെറി വിളിക്കുന്നു. നിങ്ങൾക്കൊന്നും കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല. ചില ആൾക്കാർ എൻ്റെ അന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ ഇവനെന്താ മനക്കം പറഞ്ഞു എന്ന് വിചാരിക്കും. അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ അറിയുകയൊക്കെ ചെയ്യാം. ഇപ്പോഴും പണ്ടില്ല രേണു പറഞ്ഞ പോലെ തന്നെ അവർക്ക് വേണ്ട ഈ ഒരു വീഡിയോ കണ്ടേ. ഓക്കെ, ഇപ്പോഴും ഞാൻ നിങ്ങളോട് ഒന്നും കൂടെ പറയാം. 3 കാര്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. വേറെ 3 കാര്യം. ഒന്ന് സ്വർണം, പിന്നെ കിച്ചു, പിന്നെ മറ്റേ കേസ് കേട്ട് പെണ്ണിനെ കയറ്റി അയക്കുന്നത്. ഈ 3 കാര്യത്തിൽ അവർ നിരപരാധിയാണ്. ബാക്കി എല്ലാ കാര്യത്തിലും അവരെന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിച്ചിട്ടോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊന്നും അത്രയും കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ, പക്ക സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരു 3 കാര്യത്തിൽ അവരെ പെടുത്തുന്നതുകൊണ്ട് ആ 3 കാര്യത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ മുമ്പിൽ ഒരു പ്രതി നിൽപ്പുണ്ട്, ആ എല്ലാം കൂടെ അതിൻ്റെ നെഞ്ചത്തോട്ടിട്ട് ഒരു കേസ് അങ്ങ് ക്ലോസ് ചെയ്യാവുന്ന പരിപാടി ഉണ്ടല്ലോ, ഒരു നല്ലൊരു ഇൻഫ്ലുവൻസറൊക്കെ ചേർന്ന പരിപാടിയല്ല. ഞാൻ അതിന് കൂട്ടി നിൽക്കത്തില്ല, സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഞാനത് മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരുത്തനാണ്. കാരണം മനസ്സിലായോ? മുന്നിൽ നിൽക്കുന്ന ഒരു തിമംഗലമാണെന്ന് നല്ല രീതി അറിയാം. അതിന് ആ ചിറകൻ്റെ അടിയിൽ നിന്നിട്ട് ഓതി കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അത്യാവശ്യം എന്താ പറയണ്ടേ, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമായതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും ആ ചേട്ടനെ കിടന്ന് തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അയാൾ കണ്ട കാര്യമാണെങ്കിലോ, അയാൾക്ക് ചിലപ്പോൾ കാര്യങ്ങൾ അറിയാവുന്നതാണെങ്കിലോ, ആ ചേട്ടന് ഒരുപാട് കാര്യങ്ങളും സത്യങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്ന അവിടെയും ഇവിടെ ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഞാൻ പല കാര്യങ്ങളും ഇപ്പം ഈ അടുത്ത സമയം കൊണ്ട് പല കാര്യങ്ങളൊന്നും ഞാൻ ഓപ്പണായിട്ട് പറയാറില്ല. ഒരു ഇൻറ്റ് കൊടുത്ത് അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇട്ടിട്ടേ പോകത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? കാരണം എനിക്ക് ഇതിൻ്റെ കഥകൾ മൊത്തം അറിയാം, ഇതിൻ്റെ സത്യാവസ്ഥകൾ മൊത്തം അറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഇരുന്ന് ആലോചിച്ച്, എന്താ പറയണ്ടേ, ഇത് കാണുന്ന ഒരാളെങ്കിലും ആലോചിച്ചിട്ട് ഇപ്പം പറയുന്നില്ല എന്തെങ്കിലും അത് ശരിയുണ്ടോ, ഞാൻ ഈ എന്തെങ്കിലും പറയുന്നത് ശരിയുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അത്രയ്ക്ക് താഴ്മയായിട്ട് ഇത് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഞാൻ വിമർശിച്ചത് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്ത്രീയാണ്. ഇപ്പം ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ആ ക്യാൻസർ രോഗമാണ്. 2-3 കേസ് കെട്ടിൽ അവർ നിരപരാധിയാണ്. പിന്നെ കുറ്റം ചെയ്ത ആൾക്കാരൊക്കെയുണ്ട്, വലിയ തെറ്റൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. അവരെല്ലാവരും ദൈവത്തിനെ പോലെ കാണുന്നു, വാഴ്ത്തിപ്പാടുമോ ദൈവത്തിനെ പോലെ കാണുമോ, എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ, അതിലൊന്നും ഇനി ഞാൻ വേണമെങ്കിൽ ഇടപെടാൻ എത്തിരിക്കുക. നിങ്ങൾ ഒറ്റ കാര്യം മാത്രമേ സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ നിർത്ത്. അവർക്ക് വേണ്ടി നല്ലതൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ അത്രയും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ അത്രയും താഴ്മയായിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല.
പിന്നെ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇടരുത്, മേടിച്ച പൈസയ്ക്ക് ഞാനിങ്ങനെ പണിയെടുക്കുന്നതെന്ന്. മേടിച്ചതിൻ്റെ ഒന്നും ആരും ഒന്നും വന്ന് പറയല്ലേ, ഞാനങ്ങനൊന്നും ഇതുവരെ ഒന്നും ചെയ്തിട്ട് പോലുമില്ല. എന്തായാലും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ദ്രോഹിക്കാതിരിക്കുക. കാരണം സിറ്റുവേഷൻ നല്ല രീതിയിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വന്ന് പറയുന്നത്. പിന്നെയും പറയുന്നതിൻ്റെ റീസൺ അതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയത്തിൽ ഞാനും എൻ്റെ കൂട്ടുകാരനും ഒക്കെ സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങിയതാണ്. അപ്പോൾ കൂട്ടുകാരൻ്റെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും എനിക്ക് എൻ്റെ രീതിയിൽ സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പരമാവധി ഒരു വിഷയം വിട്ടാൽ അത്രയും നല്ലത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് പറയുകയാണ്, ഈ ഒരു വിഷയം നിങ്ങൾ വിടുക, വിട്ടുപിടിക്കാൻ നോക്കുക, പ്രാകാതിരിക്കുക. കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് നീ പുഴുത്തു പോടി അങ്ങനെയൊന്നും പറയരുത് ദയവ് ചെയ്തിട്ട്. അത് നല്ലതല്ല. അതിപ്പം നമ്മുടെ വീട്ടിലൊരു വ്യക്തിക്ക് വരുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, എൻ്റെ കമൻറ്റ് രേണുവിനൊരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പൂരത്തരവിളി, അയ്യോ ഞാൻ നശിച്ചു പോകും, ക്യാൻസർ വരും എന്നൊക്കെ അവർ പ്രാഗമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനപ്പോൾ അതിനോട്ടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. എനിക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ ശരിയാണ് വരുന്നത്. അവിടെ ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, അതും രേണുവിനെ ഇത്രയും വിമർശിച്ച ഒരാൾ ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പൊട്ടനെ പോലെ ഞാനിപ്പോൾ സംസാരിക്കുന്നത്. പിച്ചുമ്പയും പറയുന്നെങ്കിൽ അങ്ങനെ കരുതാൻ നിങ്ങൾക്ക്. അവൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കുറച്ചും കൂടെ നല്ലതാടേ. മനസ്സിലാക്കുക, ദയവ് ചെയ്ത് നിങ്ങളൊക്കെ മനസ്സിലാക്കുക. അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പ്രാർത്ഥിക്കുക. പിന്നെ എന്നെ വെറുക്കുന്നവർ ലൈക്ക് ഇടാൻ മറക്കണ്ട. എനിക്കൊന്ന് എണ്ണ ഒന്ന് കാണണം. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു ഓൾ ഗൈസ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ എനിക്ക് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനൊന്നും പറ്റത്തില്ല. പണിയൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ പണി കൊടുത്തിട്ടുണ്ട്. ആ പണി കൊടുത്തതും അതിനുവേണ്ടി ഉത്സാഹിച്ച ഞാനൊക്കെ തന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. ഇച്ചിരി കൂടെ ഗൗരവമായിട്ടുള്ള കാര്യം. എനിക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവും. എൻ്റെ കുഞ്ഞമ്മ അങ്ങനെ ക്യാൻസർ വന്നിട്ട് മരിക്കുകയൊക്കെ ചെയ്തത്, എന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നതും എല്ലാ കാര്യങ്ങളും എൻ്റെ നോക്കിയതും എല്ലാ കാര്യത്തിനും എൻ്റെ കുഞ്ഞമ്മയായിരുന്നു. ഒരു അസുഖം വന്നിട്ടാണ് മരിച്ചത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പെയിനും ഒക്കെ ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. കാരണം അമ്മയും അച്ഛനെയും അമ്മമ്മയെക്കാളും കൂടുതൽ എൻ്റെ കുഞ്ഞമ്മയത് ചെയ്ത എല്ലാ കാര്യങ്ങളും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പം കുഞ്ഞമ്മയല്ല, അമ്മൂമ്മയുടെ അനിയത്തിക്ക് എന്താ പറയുന്നത്, കുഞ്ഞമ്മയെന്നാണോ? ഓക്കെ, അമ്മൂമ്മയുടെ അനിയത്തിയ തങ്കമണി എന്ന് പറയും. പുള്ളിക്കാരി അങ്ങനെ മരിച്ച ഞാൻ 7th പഠിക്കുന്ന സമയത്താണ്. ആ ഒരു അവസ്ഥ ആർക്കും വരരുത്. ഇപ്പോൾ എല്ലാവരും അവളെ തന്തയ്ക്ക് വിളിക്കുമ്പോഴും നാളെ എന്തെങ്കിലും ഒന്നും പറ്റാതെ എന്തെങ്കിലും ഒരു വയ്യാഴി വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മാറ്റി പറയും. എന്നിട്ട് എല്ലാവരും വന്നിട്ട് പുണ്യാത്മാവ് ജമയെന്ന് തുടങ്ങും. പറഞ്ഞ മനസ്സിലായോ? ഓരോരുത്തർ ഇപ്പം ക്യാൻസറിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ആരും കാണിക്കുന്നില്ല. എല്ലാവരും എങ്ങനെയെങ്കിലും ഇപ്പോൾ നിൽക്കാം അങ്ങനെ വരെ കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ദയവ് ചെയ്തിട്ട് ഇത് ചെയ്യുക. കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. ബൈ 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 ബൈ. അത് ഇത്രയും ഞാൻ കാര്യത്തോട് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. കൂടുതലായിട്ടൊന്നും എനിക്ക് സംസാരിക്കാനില്ല. പോട്ടെ എന്നാൽ.